പ്രിയപ്പെട്ട സാക്സഫോണിയുടെ പ്രേക്ഷകരെ, അപ്പൊ വലിയൊരു മാങ്ങയൊക്കെ എടുത്ത് ഞാനിങ്ങനെ നിൽക്കുന്നത് 29 വർഷമായി തുടരുന്ന ഒരു മാമ്പഴ ഫെസ്റ്റിന്റെ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചേട്ടായുടെ ഒരു മാങ്ങയൊക്കെ എടുത്ത് ഞാനിങ്ങനെ എറിഞ്ഞ് കളിക്കുകയാണ്. ചേട്ടാ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനിങ്ങനെ എറിഞ്ഞ് കളിക്കുന്നേ ഉള്ളൂ, താഴെ വരുന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ ഈ മാങ്ങ ഇവിടെ വെക്കാൻ പോവാണ്. അപ്പൊ ഇതാ നല്ല വിശേഷമുള്ള ഈ മാങ്ങ ഇവിടെ വെച്ചു. അപ്പൊ ഇതായിട്ട് അവിടെ മാങ്ങ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മാങ്ങയെല്ലാം വെച്ച് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ജ്യൂസ് അടിക്കുന്ന ഏരിയയിലേക്കാണ്. ജ്യൂസ് അടിക്കാന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളും വെറൈറ്റികളായിട്ടുള്ള മാങ്ങ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ ചെത്തിയിട്ട് അത് നമുക്ക് ജ്യൂസ് അടിച്ച് തരും. അത് ഒരു പിന്നെ ഗ്ലാസ് ജ്യൂസിന് ഏകദേശം 50 രൂപയാണ് അവർ ഈടാക്കുന്നത്. ഒരു ഗ്ലാസ് ജ്യൂസിന്റെ വില ഏകദേശം 50 രൂപയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ മധുരമുള്ള മാമ്പഴ ജ്യൂസ് ഒരുപാട് കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ന്യൂ ജനറേഷനിൽ ഈ മാമ്പഴ ജ്യൂസും ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. പച്ച മാങ്ങ ജ്യൂസ് അടിച്ച് ഇപ്പം ധാരാളം കിട്ടുന്നുണ്ട്. പച്ച മാങ്ങ കാന്താരി ഒക്കെ ഇട്ട് ജ്യൂസ് അടിച്ച് ഞാൻ 2-3 ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടിയ ഒരു പിന്നെ ജ്യൂസ് വളരെ ടേസ്റ്റബിൾ ആയിരുന്നു. അപ്പൊ എനിക്ക് വെൽക്കം ഡ്രിങ്ക് സെർവ് ചെയ്ത കുട്ടിയോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത് പച്ച മാങ്ങ ജ്യൂസ് അടിച്ചത്. അപ്പൊ ഞാൻ അതേപോലെ അന്വേഷിച്ചപ്പോൾ പച്ച മാങ്ങ, ഇഞ്ചി, കറിവേപ്പില, പുതിന, മല്ലിയൊക്കെ ചേർത്തിട്ട് അതിനകത്തേക്ക് പഞ്ചസാരയും മുളകും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ്. പക്ഷെ വളരെ നമ്മൾ ഒരു ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ജ്യൂസായിരുന്നു കേട്ടോ. അത് ശരിക്കും എനിക്ക് റീഫ്രഷ് കിട്ടിയ ജ്യൂസായിരുന്നു. പിന്നീട് ഞാനത് വീട്ടിൽ പോയിട്ട് അടിച്ചു നോക്കി. അങ്ങനെ വീട്ടിൽ പോയി അടിച്ചു നോക്കിയ ശേഷം ഞാൻ സോഡയിലൊക്കെ മിക്സ് ചെയ്തു. ഞാൻ വീട്ടിൽ സോഡാ മേക്കർ ഉണ്ട്, സോഡാ മേക്കറിലൊക്കെ മിക്സ് ചെയ്തു. അപ്പോ അങ്ങനെ മാങ്ങ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. മാങ്ങയുടെ ചമ്മന്തി ഉണ്ടാക്കാം, മാങ്ങയുടെ കറി ഉണ്ടാക്കാം, മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം, അങ്ങനെ മാങ്ങയും ചെമ്മീനിട്ട് കറി ഉണ്ടാക്കാം. അങ്ങനെ വെറൈറ്റി മാങ്ങ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഇവിടെ കൂടുതൽ പഴുത്ത മാങ്ങകളാണുള്ളത്. എന്റെ കണ്ണിന് മുമ്പിലൊക്കെ പഴുത്ത മാങ്ങകളാണുള്ളത്. ഇളം പച്ച മാങ്ങയുണ്ട്. എനിക്കിവിടെ ആകർഷിച്ചത് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുള്ള മാങ്ങയ്ക്ക് അപ്പുറത്ത് പല പേര് ഇമാസന്ത്, കുദാസത്ത്, അത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മാങ്ങയുണ്ട്. മാങ്ങയുടെ കിങ്ങായ അൽഫോൺസ മാങ്ങ വിളിച്ചിട്ടുള്ള എല്ലാ മാങ്ങയുണ്ട്. അൽഫോൺസ മാങ്ങ വാങ്ങിയാൽ തിന്നിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊക്കെ നമ്മളെ കണ്ണിന് മുന്നിൽ പഴുപ്പിക്കുന്ന മാങ്ങയാണെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തിൽ വാങ്ങാൻ നമ്മുടെ ചക്കരക്കുട്ടിയാണ്. അപ്പൊ നമ്മുടെ ചക്കരക്കുട്ടിയും അതുപോലെ തന്നെ മൽഗോവ എന്നൊക്കെ പറഞ്ഞാൽ കവികൾ ഏറെ വർണ്ണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പേരാണ് മൽഗോവ മാമ്പയം. ആ മൽഗോവ മാമ്പയം ഒക്കെ കാണാൻ പറ്റി. അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞത് പച്ചയാണ്, ഇളം പച്ചയാണ്, നാളത്തേക്ക് ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ കൊണ്ട് ആ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മുടെ മാമ്പയങ്ങളുടെ രാജാവായിട്ടുള്ള അൽഫോൺസ മാമ്പയം, ഇത് ഞാൻ വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കി. 1 കിലോ മേടിച്ചിരുന്നു. 1 കിലോ മേടിച്ചു. അവിടെ തന്നെ കഴുകി കഴിച്ചു. ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം കുത്തിന് കഴിച്ചു. ഞങ്ങളെ സുഹൃത്ത് റഷീദ് മാഷാർ അത് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തിരുന്നത്. അപ്പൊ അതൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ തൊട്ടടുത്ത് മല്ലികയുണ്ട്. മല്ലികയൊക്കെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരു പ്രചാരത്തിലുള്ള ഒരു മാങ്ങയാണ് മല്ലിക മാങ്ങ എന്നൊക്കെ പറഞ്ഞത്. അപ്പോ അങ്ങനെ ഒരുപാട് വെറൈറ്റി വ്യത്യസ്തങ്ങളായിട്ടുള്ള മാങ്ങകളുടെ ഒരു ഫെസ്റ്റ് അതാണ്. ഇത് എവിടെയാന്നൊക്കെ ഉള്ളത് ഞാൻ പയ്യെ പറഞ്ഞു തരാം. അപ്പൊ ഇത് മസ്റ്റ് നമ്മൾ കാണേണ്ട ഒരു ഫെസ്റ്റാണ്. കാരണം എന്താ വെച്ചാല് മാമ്പഴത്തിന്റെ രുചി മാത്രമല്ല, നമ്മൾ കാണാത്ത കാലാപ്പാട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെറൈറ്റി മാങ്ങകൾ, ഇതോ കാലോപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട് വെറൈറ്റി ഒരുപാട്, എനിക്ക് തോന്നുന്നു 100 കണക്കിന് പേരുകളുള്ള മാമ്പഴങ്ങൾ ഉണ്ടെന്നാണ്. ആ മാമ്പഴങ്ങളൊക്കെ തന്നെ ഒരു കുടക്കയിൽ അണിയിച്ചൊരുക്കിയിട്ട് അവ നമുക്ക് വിൽപ്പനയെ കൊണ്ട് കാണാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സൗജന്യമായിട്ടുള്ള ഒരു പ്രദർശനം നടക്കുന്നുണ്ട്. ആ പ്രദർശന നഗരിയിൽ നിന്ന് ഞാൻ പകർത്തിയിട്ടുള്ള കുറച്ചു വീഡിയോസ് ആണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇത് ഹരിത എന്ന് പറയുന്ന ഒരു മാങ്ങയാണ്. ഇതൊക്കെ വെറൈറ്റി ഇനാണ്. നമ്മളെ കൂടുതലും പാലക്കാട് ഭാഗത്തു നിന്നാണ് ഇതൊക്കെ വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു മാങ്ങയുടെ ഒരു ഹബ്ബ് അന്വേഷിച്ച് പാലക്കാട് മാറുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിലൊക്കെ ചേർന്നിരിക്കുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇത് മഞ്ഞളൂർ എന്നോ അങ്ങനെ എന്തോ ഒരു പേരുള്ള പാലക്കാട് മാങ്ങയാണ്. അപ്പോ വെറൈറ്റി ഒരുപാട് മാങ്ങകൾ കാണാനും അതിനെ ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ 4-ാം തീയതി ഈ വരുന്ന തിങ്കളാഴ്ച വരെയൊക്കെ ഈ പ്രദർശനമുള്ളൂ. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് വന്നാൽ ഈ മാങ്ങയൊക്കെ തിന്നിട്ട് സമ്മാനം വാങ്ങിക്കുക, അഥവാ മാമ്പഴ തീറ്റ മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മാമ്പഴത്തേറ്റ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വരാം. അപ്പോൾ ഇവിടെ അതിന്റെ സംഘാടകരുടെ ഡീറ്റെയിലൊക്കെ ഞാൻ പുറകെ പറഞ്ഞു തരാം. അപ്പോൾ എന്താല്ലേ മാങ്ങ കാണുമ്പോൾ വയറ് വെള്ളം വരുന്നുണ്ട്, അത്രയും ടേസ്റ്റ്. ഇതാണ് മഞ്ഞളൂർ മാങ്ങ എന്ന് പറഞ്ഞിട്ട് പാലക്കാട് മേട് മാങ്ങയാണ്. ഞാൻ ആദ്യമായിട്ടാണ് മഞ്ഞളൂർ മാങ്ങ കേൾക്കുന്നത്. നമുക്കറിയാം കണ്ണൂർ സൈഡിലൊക്കെ പോയ കണ്ണപുരം മാങ്ങ, കുറ്റ്യാട്ടൂർ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ കോമാങ്ങ ഉണ്ട്, കുറുക്കമാങ്ങ ഉണ്ട്, അങ്ങനെ പലതരം മാങ്ങകളുണ്ട്. കപ്പാഴ മാങ്ങ എന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ പ്രാദേശിക മാങ്ങകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അതിനും അപ്പുറത്ത് വെറൈറ്റി ആയിട്ടുള്ള കുറെ മൂവണ്ണ മാങ്ങ നമ്മുടെ നാട്ടിലുള്ളതാണ്. പക്ഷെ അതില്ലാതെ കുറെ നല്ല നല്ല മാങ്ങകളുണ്ട്. നമുക്കറിയാം ഇതിൽ താഴെയുള്ള എഴുതി വെച്ച ആ കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് തോത്താപുരി, ഞങ്ങൾ സോത്താപുരി എന്നാ പറയാ. ഞാൻ കടയിൽ ഉപ്പിലിടാൻ ഉപയോഗിക്കുന്ന മാങ്ങയാണ് ഇതിന്റെ പച്ച സോത്താപുരി. അത് പല 120-150 രൂപ വരെ കിലോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ സോത്താപുരിയുടെ പഴുത്തതുണ്ട്. സോത്താപുരിന്റെ പഴുത്തത് പല ടൈപ്പിലും ഉണ്ട്. ഇവിടെ നല്ലതുണ്ട്, 2 ടൈപ്പ്
ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളും രുചികരവുമായിട്ടുള്ള മാങ്ങയുടെ എന്താ പറയുക ഒരു വിശാലമായ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. അധികവും പാലക്കാട് നിന്നാട്ടോ ബേസ്, പാലക്കാട് നിന്ന് മാങ്ങകളാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഇന്നലെ മെന്നാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ ഇന്നലെയാ പോയത്. അപ്പോൾ ഇന്നലെ പോയപ്പോൾ തന്നെ കുറച്ച് വെക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇന്നത്തൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചുകൂടി കളക്ഷൻ ഉണ്ടോ എന്നൊരു സംശയം. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കുറെ മാങ്ങ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടുന്ന് വാങ്ങാനുള്ള വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ പഴുപ്പിച്ചതായിട്ട് കിട്ടുക, കൃത്രിമമായിട്ടൊക്കെ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പഴുപ്പിച്ചായിരിക്കും. പക്ഷെ അവര് പഴുപ്പിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ കടലാസിനകത്ത് പൊതിരിട്ടും അതുപോലെ തന്നെ വക്കോലിനകത്ത് ഇട്ടിട്ടൊക്കെയാണ് പിന്നെ അവര് പഴുപ്പിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും മരത്തുനിന്ന് പഴുത്ത മാങ്ങ പറിച്ചു കൊണ്ടിരുന്നുണ്ട് പറഞ്ഞവര്. എന്തോ അറിയില്ല, എന്തായാലും നമ്മളത് വിശ്വസിക്കുന്നു. ഗുദാദാത്ത് എന്ന് പറഞ്ഞൊരു മാങ്ങയുണ്ട്. കാരണം ഇതൊരു സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പരിപാടി ആയതുകൊണ്ട് എന്തായാലും അതിനകത്തൊരു കള്ളത്തരം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ധൈര്യത്തിൽ മേടിക്കും, നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. ഇത് ഗുദാദാത്തിന്റെ അടുത്തനാണ് മൂവാണ്ടൻ. ഗുദാദാത്തിനൊക്കെ മാങ്ങയുടെ പേര് കേട്ടപ്പോൾ ചിരിച്ചുപോയി. എന്റെ കൂടുതലുള്ള പൊട്ടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞ ഗുദാദാത്ത് നമുക്ക് തിന്നാനെന്ന് പറഞ്ഞു. ഓനെ മാങ്ങയാണ് എന്താണെന്നറിയില്ല. പിന്നെയാണ് പേര് കണ്ടപ്പോൾ ചിരിച്ചത്. പ്രിയൂര് ഗുദാദാത്തുണ്ട്, പ്രിയൂരുണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. തൊട്ടപ്പുറത്തൊരു ടേബിൾ നിറച്ച് ഒരു പ്ലേറ്റിനകത്ത് മാങ്ങ എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഇത് റുമാനിയ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് തോന്നിട്ട്. റുമാനിയ മാമ്പഴത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും ഇത് റുമാനിയ, ഗുദാദാത്ത്, അങ്ങനെ കുറേ മാങ്ങകളുണ്ട്. കുറേ മാങ്ങകളുടെ ഫെസ്റ്റാണ് ഇപ്രാവശ്യം. രോഹിത്ത എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ ഉണ്ട് ഇപ്രാവശ്യം. ഒരുപാട് എല്ലായിടത്തും മാങ്ങയുണ്ട്. എൻ്റെ വീട്ടിൽ മാങ്ങയില്ലെങ്കിലും എൻ്റെ വീട്ടിൽ ഇന്ന് എന്നാന്ന് തന്നെ എനിക്കൊരു അരച്ചാകിനടുത്ത് മാങ്ങ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാമകൃഷ്ണേട്ടൻ്റെ വീട്ടിൽ പോയി ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ജ്യൂസ് അടിക്കാൻ, കടുമാങ്ങ വെക്കുവാൻ, അതുപോലെ തന്നെ കറി വെക്കാനൊക്കെയാണ് ഉപയോഗിക്കുക. ഇത് വാഴപ്പൂവ് എന്ന് പറഞ്ഞിട്ടൊരു മാങ്ങ ഉണ്ട്. ഈ വാഴപ്പൂവ് എന്ന് പറഞ്ഞ മാങ്ങ ടേസ്റ്റാന്നാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ എന്താണ് പേര് വരാനുള്ള കാരണം എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു പുള്ളി ചിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ടേസ്റ്റുള്ള മാങ്ങയെന്നാണ് പറഞ്ഞത്. മാങ്ങയ്ക്ക് ഒരു പ്രത്യേകത. മാങ്ങ നമുക്ക് ഈ മാങ്ങകളൊക്കെ മുറിച്ച് ഉപ്പും മുളകും തേച്ച് നല്ല ഈ വെയിലത്ത് വെച്ച് 2 ദിവസം കൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ മഴക്കാലത്ത് കറി വെക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ എടുത്ത് ഉപയോഗിക്കുക. ഞാനൊക്കെ അധികം ബേസ് വയനാടായിട്ട് കളിക്കുന്നത് കൊണ്ട് വയനാട്ടിലെ ഏത് വീട്ടിൽ പോയാലും രാവിലെ ഇത് മാമ്പഴ വർഷം നടന്ന അവിടുത്തെ ഒരു ഫ്ലക്സ് ആണ്. കാലിക്കറ്റ് ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയാണ് ഇത് നടത്തുന്നത്. അപ്പൊ വയനാടൊക്കെ ഒരുപാട് മാങ്ങ ഇതാ പ്ലേറ്റിനകത്ത് ഇങ്ങനെ വെച്ചിക്കണേ. നീലുണ്ട്, പാതിരിണ്ട്. ആദ്യമായിട്ട് കേൾക്കുക. ഉറമാനി നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ അമ്മിണി മാങ്ങ, എന്താല്ലേ അമ്മിണി മാങ്ങ. അപ്പൊ അതുപോലെ തന്നെ അമൃതുണ്ട്. അമ്മിണിയും അമൃതും അടുത്തടുത്തുണ്ട്. അവർക്ക് കൂട്ടായിട്ട് ഹിമായുദ്ദീനും ഉണ്ട് കേട്ടോ. ഹിമായുദ്ദീൻ മാങ്ങയുടെ പേരാട്ടോ, ഹിമായുദ്ദീൻ. അവർ കൂട്ടായിട്ട് ഹിമായുദ്ദീൻ ഉണ്ട്. അതുപോലെ രോഹിത്തും ഹിമായുദ്ദീനും അമ്മിണി, അമൃതേ, പഞ്ചവർണവും, അങ്ങനെ രുചികരമായിട്ടുള്ള ഒരു എന്താ പറയുക. അടുത്ത ടേബിളിലേക്ക് പോകുമ്പോൾ അമൃതപാലി, നല്ല പേരല്ലേ അമൃതപാലി. ബാംഗ്ലോറ അത് ബാംഗ്ലൂരിലെ മാങ്ങ ആയിരിക്കും അല്ലേ, ബാംഗ്ലോറ. വെള്ളനടിച്ചോല സ്ഥലത്തിന്റെ പേരല്ല, മാങ്ങയുടെ പേരാണ് വെള്ളനടിച്ചോല. ചിലപ്പോൾ ആ വെള്ളനടിച്ചോല എന്ന സ്ഥലത്തുള്ള മാങ്ങ ആയിരിക്കും ഇത്. ബിന്ദൂർ, നമ്മളെ കുറ്റ്യാട്ടൂർ മാങ്ങ എന്നൊക്കെ പറയും പോലെ. ഗുദാദാത്ത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മല്ലിക, ഗുദാദാത്ത്, മല്ലിക. ഇതേനപ്പോ മാങ്ങ, ഇത് മഹജ പസന്ത്. സ്ഥലത്തിന്റെ പേരായിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ സോത്താപുരിയുടെ വേറെ ടൈപ്പ്. കുറ്റ്യാട്ടൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഒരു മാങ്ങയുടെ ഗ്രാമം തന്നെയാണ് കുറ്റ്യാട്ടൂർ. അവിടെ ഏത് വീട്ടിലും മാങ്ങ ഉണ്ടാവും. ടേസ്റ്റുള്ള മാങ്ങയാണ്. ഹിമവസന്ത് H151 മുണ്ട് മാങ്ങ. നടക്കട്ടെ, മുണ്ട് മാങ്ങ. എന്തൊരു മാങ്ങ ഉണ്ട്. നങ്ങലേരി എന്ന് വെച്ചാൽ വയനാട് ബേസ് ആയിരിക്കും മാങ്ങാൻ സാധ്യത, പേര് കേട്ടിട്ട്. ക്രീപ്പിങ് ഒക്കെ ഒരു അബ്രഹ്മസയ. പ്രിയോറിന്റെ അർത്ഥം നമ്മൾ കണ്ടല്ലോ അല്ലേ. പ്രിയോർ H87 അങ്ങനെ വരുന്നത്. ചിറ്റൂർ പാലക്കാട് ചിറ്റൂരാനായിരിക്കും. ചിറ്റൂരൊക്കെയാണല്ലോ മാങ്ങ കൃഷി ഏറ്റവും കൂടുതലുള്ളത്. ബനേഷൻ. ഇപ്പോൾ വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ വീട്ടിനെ പറ്റുന്ന കാണും ഇങ്ങനെ പച്ചമാങ്ങ മുറിച്ച് ഉണക്കാൻ ഇട്ടത്. വെള്ളക്കൂമ്പൻ, സുവർണരേഖകളിൽ എഴുതപ്പെട്ട മാങ്ങ എന്ന് പറയാം. കിയോസവായി അത്യാവശ്യം ഫെയിമായി വരുന്നൊരു മാങ്ങയാണ്. ബാബ്കായി, പുട്ടുമാങ്ങ. പുട്ടുമാങ്ങ. ചന്ദ്രക്കാരൻ എന്ന് പറയുന്ന വീട്ടുപേരാണ്. അവിടുത്തെ മാങ്ങയാണ് ഇത്.
മഞ്ഞളൂർ, ഇത് പാലക്കാട് ബേസ് ചെയ്ത് നല്ല ടേസ്റ്റുള്ള മാങ്ങ ഇത്. മഞ്ഞളൂർ, ഹരിത നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഹരിത, കാലാപ്പാടി, അങ്ങനെ ഒരുപാട് മാങ്ങയുടെ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. അതുപോലെ തന്നെ മാവിൻ തൈകൾ കുറെ കിട്ടാനുണ്ട്. മാവിൻ്റെ തൈകൾ കുറെ കിട്ടാനുണ്ട്. എല്ലാതരം മാവിൻ തൈകളുണ്ട്. ഇവിടെ കാണുന്ന മാങ്ങയിലൊക്കെ തന്നെ കുറെ തൈകളുണ്ട്. അത് കൊള്ളനും എല്ലാ ടൈപ്പും ഉണ്ട്. ചെറിയൊരു പൈസ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ പ്ലാവിൻ്റെ തൈകളും ഉണ്ട് ഇവിടെ. ചെറിയ പൈസയ്ക്ക് അതൊക്കെ കിട്ടുന്നത്. എന്തായാലും സംഭവം ഗംഭീരാണ്. അപ്പൊ ഇത് നടക്കുന്നത് കോഴിക്കോട് ഗാന്ധി പാർക്കിലാട്ടോ. കോഴിക്കോട് ഗാന്ധി പാർക്ക് എന്ന് പറയുമ്പോൾ ചെറുട്ടി റോഡിൽ കോഴിക്കോട് ഗാന്ധി പാർക്കിൽ നമുക്ക് CH ഓവർ ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് നമ്മൾ റെയിൽവേ ക്രോസിങ്ങിലേക്ക് വരുന്ന വഴിക്ക് തന്നെയാണ് ഗാന്ധി പാർക്ക്, യൂണിവേഴ്സൽ ആർട്സിന്റെ ഒക്കെ അടുത്തായിട്ട്. ഇനി നമ്മൾ പുളി മാർക്കറ്റിന്റെ ആണെങ്കിൽ നേരെ വരുമ്പോൾ തന്നെ റെയിൽവേ ക്രോസിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗാന്ധി പാർക്ക് കാണാം. അവിടെയാണ് ഈ മേള നടക്കുന്നത്. 29 വർഷമായി നടക്കുന്നു. ഇനി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് രുചിപ്രേമികൾ, മാമ്പഴപ്രേമികൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നന്നായിട്ട് മാമ്പഴം കഴിച്ച് സമ്മാനം നേടാനുള്ള ഒരു അവസരം കൂടി സംഘാടക സമിതി ഒരുക്കുന്നുണ്ട്. അപ്പോൾ കാലിക്കറ്റ് ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു മാമ്പഴ പ്രദർശനം നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന മാങ്ങകളെ കുറിച്ച് അറിയാം, മാങ്ങകളെ കുറിച്ച് പഠിക്കാം, മാങ്ങകൾ കാണാം, മാങ്ങകൾ വാങ്ങാം, മാങ്ങാ ജ്യൂസ് കുടിക്കാം, മാവിന്തയും പ്ലാവിന്തയും ഒക്കെ വാങ്ങിപ്പോകാം. എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കോഴിക്കോടൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് വിസിറ്റ് ചെയ്യാം മാമ്പഴ ഫെസ്റ്റ്. അപ്പോൾ 29 വർഷമായി. ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഈ പ്രാവശ്യമാണ് വ്ലോഗ് ചെയ്യുന്നത്. ആ വ്ലോഗ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി പോയതല്ല, കുറച്ച് നല്ല മാങ്ങകൾ വാങ്ങാമെന്ന് പറഞ്ഞ് വിചാരിച്ച് പോയതാണ്. അപ്പോഴാണ് ഈ പ്രിയൂറും മഞ്ഞളൂർ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി മാങ്ങകൾ കണ്ടപ്പോൾ അതൊന്ന് നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് വ്ലോഗ് ചെയ്തത്. പിന്നെ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് മാമ്പഴ ജ്യൂസൊക്കെ അടിക്കാമല്ലോ. അപ്പോൾ അതിന് പറ്റിയ മാങ്ങകളൊക്കെ ഇവിടെ ഉണ്ട്. ചക്കരക്കുട്ടിയൊക്കെ നല്ല ടോപ്പ് സാധനമായിട്ട്. ചക്കരക്കുട്ടി ഞാൻ പോയപ്പോൾ പഴുത്തിട്ടുണ്ടായിരുന്നില്ല. പഴുത്ത ചക്കരക്കുട്ടി എന്തായാലും നാളെ പോയിട്ട് വാങ്ങണം. ചക്കരക്കുട്ടി. അപ്പോ ഇതുവഴി പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കയറുക. ഇതിപ്പോ കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ 29ാമത്തെ മാമ്പഴ പ്രദർശനവും വിൽപ്പനയൊക്കെയാണ്.